ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് സ്കിൻ കെയർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നോ രണ്ടോ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെപ്പോഴും ലൈവ് പോണ സ്ഥലത്ത് നിന്ന് തന്നെ ഇന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. കാരണം ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ടാണെന്ന് ഞാൻ ലൈവ് ഇടുമ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെയല്ല, വീട്ടിൻ്റെ ബാക്കിലാണ് കേട്ടോ ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ വണ്ടികൾ പോണ സൗണ്ടും കിളികളുടെ സൗണ്ടും അങ്ങനെ കുറേ സൗണ്ടൊക്കെ കേൾക്കും. അതൊന്നും മൈൻഡ് ആക്കരുത്. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് വേഗം ചാടാട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്കിൻ കെയറിൽ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു വെച്ചാൽ ഫേസ് വാഷാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഫോക്സ്ടെയിലിൻ്റെ ഫേസ് വാഷാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേർന്ന് ഒരു ഫേസ് വാഷ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കാണിച്ചു തരുന്ന ഒന്നുമില്ല കേട്ടോ. ഞാൻ ഫേസ് വാഷ് അധികം യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്താണ്, ഒരു നേരമൊക്കെ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ഡെയിലി ഒന്നും ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ രാവിലെ എണീറ്റതും ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫേസ് വാഷ് ചെയ്യണ ഇത് കാണിക്കണില്ല, സ്റ്റെപ്പ് കാണിക്കണില്ല. ആ കേട്ടത് മയിലിൻ്റെ സൗണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, അറിയുമല്ലോ അല്ല എന്തൊക്കെയാണ് ഞാൻ പറയണതില്ലേ. അപ്പോൾ ഫേസ് വാഷ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരും. അത് കഴിഞ്ഞിട്ട് സെറം, ഇത് നിയാസിനമൈഡ് സെറമാണ് കേട്ടോ. ഫോക്സ്ടെയിലിൻ്റെ തന്നെയാണ് സെറം ഞാൻ യൂസ് ചെയ്യണത്. ഇവിടെ ഇരുന്ന് ഈ കാട്ടിൻ ബാക്കിലൊക്കെ ഇരുന്ന് വെച്ച് അങ്ങനെ കൊതു കടിക്കും കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് മിസ്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോണത് നിയാസിനമൈഡിൻ്റെ സിറം ആണ്. ഇങ്ങനെ ഇത് ഒന്ന് ജസ്റ്റ് പമ്പ് ചെയ്ത് കൊടുത്താൽ മതി. 1 2 ഒരു 3 തുള്ളികൾ. ഞാൻ ഭയങ്കര എസ്തറ്റിക്കായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ മൂഞ്ചിപ്പോയി. അപ്പോൾ ഇങ്ങനെ സെറം അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ആണോ ചോദിച്ചാൽ ഞാൻ ഡെയിലി ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഫേസ് വാഷ് ഞാൻ സ്കിപ്പ് ചെയ്യും. ചിലപ്പോൾ പച്ചവെള്ളം യൂസ് ചെയ്തിട്ടൊക്കെ ഫേസ് ഒന്ന് വാഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചെയ്യണതാണ് ഈ ഒരു സെറം അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇത് നിയാസിനമൈഡിൻ്റെ സെറമാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു സെറം കൂടിയാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ കഴുത്തിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെറം നമ്മളെ പ്രോപ്പറായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കണം. അങ്ങനെ സെറം അപ്ലൈ ചെയ്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞൊന്നും തരണ്ട, നിങ്ങൾക്കറിയാം, മോയ്സ്ചറൈസറാണ്. അപ്പം ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഈ സെറം ഒന്ന് ഫേസിൽ സെറ്റ് ആവണത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം അപ്ലൈ ചെയ്യില്ല. അപ്പോൾ നമുക്കൊന്ന് ഇത് സെറ്റ് ആവണത് വരെ വെയിറ്റ് ചെയ്യണം. എന്ത്, നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്ത സെറം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ എമോളിൻ ക്രീമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ, ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അയ്യോ, നിലത്ത് വീണാൽ മണ്ണാവും. അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് പെട്ടെന്ന് അബ്സോർബ് ആവും കേട്ടോ. ഇതിനെക്കുറിച്ച് ഞാൻ തള്ളി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയും, കുറച്ച് പേരെങ്കിലും ഇത് യൂസ് ചെയ്യണതായിരിക്കും. ഒരു തേനീച്ച ഇതിൽ കൂടെ പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെതാ ഇതും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു നല്ല ഭംഗിയുള്ള പൂമ്പാറ്റ ഇപ്പം ഇങ്ങോട്ട് വന്നു കേട്ടോ. ഞാൻ വീഡിയോ ഓൺ ആക്കിയതും അതങ്ങോട്ട് പോയി. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ആ തേനീച്ച കണ്ടോ, നല്ല ഭംഗിയുള്ള തേനീച്ച. പോസ് ചെയ്യണമെങ്കിൽ പോസ് ചെയ്തോട്ടോ. വെൽക്കം ടു അവർ ഫാമിലി. കണ്ടോ, ബാക്കിൽ കൂടെയൊക്കെ തേനീച്ചി പൂമ്പാറ്റിയൊക്കെ പോണ് കാണാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ സൺസ്ക്രീൻ. ഞാൻ പറയട്ടെ, എൻ്റെ കയ്യിൽ സൺസ്ക്രീന് കഴിഞ്ഞു. സോ ഞാൻ ഇപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്പ്രേൻ്റെ ഗാർണിയറിൻ്റെ സ്പ്രേ സൺസ്ക്രീനാണ് കേട്ടോ.
നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ പോഹ. തേനീച്ച വന്ന് കുത്തല്ലേട്ടാ. അപ്പോൾ അതാ ഇങ്ങനെയാവും കേട്ടോ. അപ്പം ഞാൻ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്കിന്ന് ഗ്ലോ ആവണ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്കിന്നിന് ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇതാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു സൺസ്ക്രീൻ ആയിട്ട് എനിക്ക് തോന്നി. ഇതിലിപ്പോൾ ഞാൻ SPF 50 ഉണ്ട്. ഇവിടെ ഇടുന്നു വെച്ചാൽ ഓരോരോ ഈച്ചയും പൂച്ചയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അതാണ് നിങ്ങൾ ഈ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താന്ന് വെച്ചാൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എൻ്റെ മുടിയൊന്നും കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഷാമ്പു ഇട്ടിട്ട് ഞാനൊന്നും ചെയ്തില്ല. സാധാരണ ഹെയർ സെറം യൂസ് ചെയ്യും. ഞാൻ വിചാരിച്ചു ഡെയിലി ഹെയർ സെറം യൂസ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രേതത്തിനെ പോലെ വിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഒന്ന് നല്ല രീതിക്ക് അങ്ങോട്ട് ഇതൊന്ന് എനിക്കില്ലേ എന്തൊരു സംഭവം അപ്ലൈ ചെയ്താലും ഇപ്പോൾ സൺസ്ക്രീൻ ആണ്, മോയ്സ്ചറൈസറാണ്, സെറോ ആണെന്ന് വെച്ചാലും അത് കുറച്ചൊന്ന് സ്കിന്നിൽ സെറ്റ് ആവണത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും കേട്ടോ. അതിപ്പോൾ എനിക്ക് എത്ര ബിസി ടൈമാണെന്ന് വെച്ചാലും ഞാൻ അത് സെറ്റ് ആവണത് അത്ര ടൈമൊന്നും കൊടുക്കണ്ട. ചിലപ്പോൾ ഒരു മിനിറ്റോ അങ്ങനെയൊക്കെ എങ്ങനെ ഒന്ന് സെറ്റ് ആവണത് വരെ കൊടുക്കേണ്ടി വരും, ഒന്ന് ടൈം കൊടുക്കേണ്ടി വരും. ആൻഡ് അറ്റ് ലാസ്റ്റ് ചെറിയൊരു സ്കിൻ കെയർ ആണ്. എന്താണ് ലിപ് ബാം അങ്ങോട്ട് യൂസ് ചെയ്യണു. ഇത് ബോറോലിൻ്റെ ലിപ് ബാമാണ് കേട്ടോ. ഞാൻ പുറത്തൊക്കെ പോവുകയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ എവിടെ വെളിച്ചം പോയി വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു ലിപ് ബാമാണ് കേട്ടോ. ലിപ് ക്രീമാണ്. ഇതിൻ്റെയും ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. എന്താണ് അപ്പോൾ ചെറിയ സ്കിൻ കെയർ ആണ് കേട്ടോ. ഭയങ്കര വലിയ സ്കിൻ കെയറും ഭയങ്കര വലിയ കുറേ സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല. ഒരു കുഞ്ഞ് സ്കിൻ കെയർ. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ് കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഭയങ്കര ഒരു സമാധാനം തരുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഇത് ബോറോലിനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ലിപ് ക്രീമാണ്. ഇതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ ഇത് ഭയങ്കര തിക്ക് ടെക്സ്ചറാണ്. ഈ തേനീച്ച കുത്തോ കുത്തില്ലയോ എന്നുള്ളൊരു പേടിയിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. ചില ടൈമിൽ ഇങ്ങനെ വന്നിട്ട് പോസ് ചെയ്തിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇതാണ്ടോ, ഞാൻ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ. സോ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് കുറച്ച് കട്ടിക്കിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കട്ടിക്കിട്ട് കൊടുക്കും. ഇതിട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇടുക എന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഇതിട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ ലിപ്സ്റ്റിക് ഒന്നും നമ്മുടെ ചുണ്ടിൽ നിൽക്കില്ല. ഇത് ഞാനിപ്പോൾ കുറച്ചായി ഇതന്നെ യൂസ് ചെയ്തിട്ട് വരുന്നു. രാത്രി ഉറങ്ങാൻ പോണ ടൈമിൽ കുറച്ച് ഈ ഒരു ലിപ് ബാം എടുത്തിട്ട് ഉറങ്ങും. രാവിലെ എണീറ്റ് നോക്കുന്ന ടൈമിലുണ്ടല്ലോ, നമ്മുടെ ഡ്രൈ ലിപ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് നോക്കുമ്പോൾ ലിപ്പ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്ന ടൈമിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണെന്ന് വെച്ചാൽ ഇത് നൈറ്റ് യൂസ് ചെയ്തിട്ട് രാവിലെ എണീക്കുന്ന ടൈമിൽ നമ്മൾ സാധാരണ ലിപ് ബാം ഇടുമല്ലോ, അത് കുറച്ച് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ലിപ്സ്റ്റിക് ഇടുന്ന ടൈമിൽ അത് അടിപൊളിയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ചോദിക്കും എന്താ മുഖത്തൊരു വെട്ടവും തെളിച്ചും ഇല്ലാത്തത്, സ്കിൻ കെയർ ചെയ്തിട്ടെന്ന് ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്താലാണ് ആ ഒരു തെളിച്ചം വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഫേസ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. അത് സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്കറിയും. ഇനിയിപ്പോൾ ഒരു മഴയ്ക്കുള്ള കോള് നാം കാണുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കിൻ കെയർ കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും വൈറൽ പ്രോഡക്റ്റ്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ പറയണമെങ്കിൽ ഒന്നും പറയണ്ടല്ലോ, ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഏതാ പ്രൊഡക്റ്റ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് സ്കിൻ കെയർ വീഡിയോ. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഫോക്സ്ടെയിലിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതാ ഫോക്സ്ടെയിലിൻ്റെ ഫേസ് വാഷ്, സെറം, പിന്നെ വന്നിട്ട് ഇതാ എല്ലാ പ്രോഡക്റ്റും കൂടെ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. മോയ്സ്ചറൈസർ വന്നിട്ട് ഇതാണ് എമോളിൻ്റെ മോയ്സ്ചറൈസർ. സൺസ്ക്രീന് ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇത് മാത്രമാണ് എൻ്റെ കയ്യിൽ വാങ്ങിച്ചത്. അപ്പം ഞാൻ ഇത് തീർന്നിട്ട് അത് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. വെറുതെ എന്തിനാ പൈസ കളയുന്നത് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അത് പിന്നെ ഇതാ ഈ ഒരു എന്താണ് എമോളിൻ ക്രീം ലിപ് ബാമും ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്.
അപ്പം കണ്ടല്ലോ, അപ്പം ഇത്രയുമാണ് ഒരു കുഞ്ഞ് സ്കിൻ കെയർ, അത്രയേ ഉള്ളൂ. അപ്പം കൂടുതലൊന്നും പറയാനില്ല. ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ടുണ്ടല്ലേ? ഇതാണ്ടോ, ഞാൻ മാറിയിട്ട് കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ, ഒന്നും പറയാനില്ല. ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. ലവ് യു ആൾ. ബാക്ക്ഗ്രൗണ്ടിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾ ക്ഷമിച്ചേ പറ്റുള്ളൂ.